വണ്ടി ഫസ്റ്റ് ഇട്ട് എടുക്കാനും അത് കണക്ക് തന്നെ വണ്ടി ബ്രേക്ക് ചവിട്ടി നിർത്താനും. ഈ രണ്ട് കാര്യവും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം ആദ്യമേ തന്നെ. നിങ്ങൾക്ക് 2 മണിക്കൂർ കൊണ്ട് വണ്ടി ഓടിക്കാൻ പഠിക്കണോ? വേണോ? നടക്കൂല. അങ്ങനെ ഒരു സംഭവം ഒരു കാരണവശാലും നടക്കൂല. ഞാൻ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് 2 മണിക്കൂർ കൊണ്ട് ഡ്രൈവിംഗ് പഠിക്കാം, അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ഡ്രൈവിംഗ് പഠിക്കാം. ഹായ്, ഞാൻ സബിൻ സലീം, വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കിലേവർക്കും സ്വാഗതം. നിങ്ങൾക്ക് 2 മണിക്കൂർ കൊണ്ട് വണ്ടി ഓടിക്കാൻ പഠിക്കണോ? വേണോ? നടക്കൂല. അങ്ങനെ ഒരു സംഭവം ഒരു കാരണവശാലും നടക്കൂല. ഞാൻ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് 2 മണിക്കൂർ കൊണ്ട് ഡ്രൈവിംഗ് പഠിക്കാം, അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ഡ്രൈവിംഗ് പഠിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ 4 മണിക്കൂർ കൊണ്ട് ഡ്രൈവിംഗ് പഠിക്കാം. നടക്കുന്ന കാര്യമല്ല. ഓരോരുത്തരുടെയും സ്കില്ലനുസരിച്ചിരിക്കും ഡ്രൈവിങ്ങിൻ്റെ പഠനം എന്ന് പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ആ ഒരു വാഹനവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഒരു മാനസിക അടുപ്പം വേണം, വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഡ്രൈവിംഗ് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ പോയി ആശാൻ്റെയൊക്കെ ചീത്തയും ചവിട്ടും തേപ്പൊക്കെ കൊണ്ട് അങ്ങനെയൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പഠിക്കണം. ഇപ്പം അങ്ങനത്തെ കാലഘട്ടമൊന്നുമല്ല. എന്നാലും ഒരു എന്താ പറയുക, ഇപ്പം ഡ്രൈവിംഗ് പഠനമെന്ന് വെച്ചാൽ എൻ്റെ കാലത്ത് എന്ന് വെച്ചാലും ഓരോരുത്തരെയും കൺവിൻസ് ചെയ്ത് അവരെ വണ്ടിയിലൊക്കെ ജസ്റ്റ് കയറി കയ്യും കാലും പിടിച്ചൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ കയറി അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോഴെന്ന് വെച്ചാൽ നമ്മളെ ലക്ഷറിക്കനുസരിച്ച്, നമ്മുടെ കയ്യിലുള്ള സാമ്പത്തികത്തിനനുസരിച്ച് നമുക്ക് ലക്ഷറീസ് ആയിട്ടുള്ള വാഹനങ്ങൾ ഉൾപ്പെടെ ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണ്. ഇപ്പോൾ കാശുണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഡ്രൈവിംഗ് പഠിക്കാം. പക്ഷേ നമ്മളെ കണക്ക് സാധാരണക്കാർക്ക് എങ്ങനെ ഡ്രൈവിംഗ് പഠിക്കാം? ഒരു കാരണവശാലും ആരും 2 മണിക്കൂർ കൊണ്ടൊക്കെ ഡ്രൈവിംഗ് പഠിക്കാം എന്ന് പറയുകയാണെങ്കിൽ പെടലിക്ക് ഒരു തട്ടും കൊടുത്തിനും പറയണം പറ്റില്ല. അതിന് കുറേ സംഭവങ്ങളുണ്ട്. ഏറ്റവും കുറഞ്ഞത് ഒരാൾ ശരിക്കും ഒന്ന് ഡ്രൈവിംഗ് ഒന്ന് സെറ്റായി വരണമെന്നുണ്ടെങ്കിൽ, ഭയങ്കരമായിട്ട് കൈകളിഞ്ഞ് കിലോവാനല്ല, ഡ്രൈവിങ്ങിന് അത്യാവശ്യം സെറ്റായി വരണമെന്നുണ്ടെങ്കിൽ, റോഡിലേക്ക് ഇറക്കി ഓട്ടിക്കാൻ പറ്റുന്ന പരുവമാകണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 3 മുതൽ 4 ദിവസം വരെ വരാറുണ്ട്. അത്യാവശ്യം നല്ല ഒരു പഠിക്കണമെന്ന് താല്പര്യപ്പെട്ട് ഭയങ്കര ക്യൂരിയോസിറ്റിയോട് കൂടി അതിൻ്റെ ഒരു സ്കില്ലിൽ നടക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പം 2 ദിവസം കൊണ്ട് സെറ്റാവും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വണ്ടി നമ്മളെ ചെറുക്കനെ നിന്ന് ഡ്രൈവിംഗ് പഠിപ്പിക്കാം. അതല്ലാതെ ചാടി കയറി ഒറ്റയ്ക്ക് ഡ്രൈവർ സീറ്റിൽ കയറി ഇരുന്നിട്ട് ഞാനെല്ലാം കൂടി അങ്ങ് ചെയ്യുമെന്നും പറഞ്ഞിരുന്നാൽ പണി കിട്ടും, പഠിക്കത്തുമില്ല, പിന്നെ അത് കണക്ക് കൈ എളിയത്തുമില്ല. നമ്മളെ വിദ്യാർത്ഥിയെ നേരെ കോ ഡ്രൈവർ സീറ്റിൽ ഇരുത്തുക. കോ ഡ്രൈവർ സീറ്റിൽ ഇരുത്തിയിട്ട് ഡ്രൈവർ സീറ്റിൽ ആശാൻ കയറി ഇരിക്കുക. എന്നിട്ട് വിദ്യാർത്ഥിയെ കുറച്ച് അടുത്തോട്ടങ്ങോട്ട് പിടിച്ചിരുത്തി ഫസ്റ്റ് ഗിയർ അങ്ങോട്ടിട്ട് പതുക്കെ അവൻ്റെ കയ്യിൽ സ്റ്റിയറിങ് കൊടുത്തിട്ട് ഇങ്ങനെ ഒട്ടിയിട്ട് ലങ്ങോടെ ചെന്നിട്ട് ഇടത്ത് വള വലത്ത് വള എന്നൊക്കെ പറഞ്ഞ് ഒരു 1.5-2 മണിക്കൂർ പുള്ളിക്കാരനായിട്ടൊന്ന് കൈതെളിയിപ്പിച്ചെടുക്കുക. ആദ്യമേ കൈതെളിയിപ്പിച്ചെടുക്കുക എന്ന് വെച്ചാൽ ഈ സ്റ്റിയറിങ് കൈകാര്യം ചെയ്യാൻ വേണ്ടി ആദ്യം ഒന്ന് പഠിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഡ്രൈവർ സീറ്റ് ഇരുത്തിയിട്ടേ കാര്യമുള്ളൂ. സ്റ്റിയറിങ് ബാലൻസ് ആയ ശേഷം, അത്യാവശ്യം ഒന്ന് ബാലൻസ് ആയ ശേഷം നേരെ നമ്മളുടെ വിദ്യാർത്ഥിയെ ഡ്രൈവർ സീറ്റിലോട്ട് പിടിച്ചിരുത്തുക. ഡ്രൈവർ സീറ്റിലോട്ട് പിടിച്ചിരുത്തിയിട്ട് പഠിപ്പിക്കാനുള്ള 2 കാര്യം എന്ന് വെച്ചാൽ, ഒന്നാമത്തത് ഫസ്റ്റ് ഇട്ട് ഇടിച്ച് നിൽക്കാതെ എടുക്കാനും, രണ്ടാമത്തത് വണ്ടി ബ്രേക്ക് ചവിട്ടുമ്പം ഇടിച്ച് നിൽക്കാതെ സ്മൂത്തായിട്ട് ബ്രേക്ക് ചവിട്ടാനും. ഈ 2 കാര്യം പഠിപ്പിച്ചതിന് ശേഷം വേണം റണ്ണിങ് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനായിട്ട്. ഇങ്ങനെ കുറച്ച് പ്രാവശ്യം വണ്ടി ഇടിച്ചിരുത്തി അടിക്കുകയാണെങ്കിൽ വണ്ടിയുടെ കാര്യത്തിൽ തീരുമാനമാകും. നിങ്ങളൊരു വണ്ടി പഠിക്കാൻ കയറുമ്പോഴത്തേക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ലെങ്തിനനുസരിച്ചും നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ചും സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഇടുക എന്നുള്ളതാണ്. അതിനുശേഷം നൈസിനിതാ ഈ ഒരു സീറ്റ് ബെൽറ്റ് പിടിച്ചങ്ങോട്ട് ഇടുക. സീറ്റ് ബെൽറ്റ് പിടിച്ചിട്ടതിന് ശേഷം വണ്ടി ന്യൂട്രാണോ എന്നത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. ന്യൂട്രാണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു സൈഡിലോട്ട് ഫുള്ളും പിടിച്ചു നോക്കുക. ഗിയറിൽ കിടക്കുകയാണോ എന്ന് കൺഫേം ചെയ്യാനോ അല്ലെങ്കിൽ ന്യൂട്രൽ തന്നെയാണോ എന്ന് കൺഫേം ചെയ്യാനായിട്ട് ജസ്റ്റ് മുകളിലത്തോട്ടുള്ള ഗിയറും താഴത്തോട്ടുള്ള ഗിയറും ഇട്ട് അതിൻ്റെ നടുക്കോട്ട് ഗിയർ ലിവർ ആക്കിയിടുക. സിമ്പിളാണ്. അതിനുശേഷം ക്ലച്ച് ചവിട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. അത് ഒന്ന് അത്യാവശ്യം ശീലിക്കണം. ക്ലച്ച് ചവിട്ടി തന്നെ വാഹനം സ്റ്റാർട്ട് ചെയ്യണം. ഇൻ കേസ് നമ്മളുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് മറ്റോ ഈ ഒരു വണ്ടിയുടെ ഗിയറിലാണ് എന്നുണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് വണ്ടി മുമ്പോട്ട് ചാടാനും, ഫ്രണ്ടിൽ ആരെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ അവർക്ക് അപകടം സംഭവിക്കാനും, അല്ലെങ്കിൽ ഫ്രണ്ടിൽ എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അതിൽ തട്ടി വണ്ടിക്ക് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കാനോ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ടും പഠിക്കുമ്പോൾ തന്നെ ഇതേ കണക്ക് ക്ലച്ച് ചവിട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ക്ലച്ച് ചവിട്ടി വെച്ചേക്കുകയാണ്. ഫസ്റ്റ് ഗിയർ ഇടാൻ പോവുകയാണ്. കണ്ടോ, ഈ ഒരു സൈഡിലേക്ക് ഫുള്ള് നീക്കിക്കൊണ്ട് മുകളിലേക്ക് ആക്കുമ്പോൾ ഫസ്റ്റ് ഗിയർ. ഇതൊക്കെ കോമൺലി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ചുമ്മാ ക്ലച്ച് കാലിലെടുത്തിട്ട് കാര്യമില്ല. നമ്മളുടെ വണ്ടിയുടെ ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഈ സാധനം നമ്മൾ റിലീസ് ചെയ്യണം. ഈ സാധനം റിലീസ് ചെയ്ത ശേഷം നോക്കിക്കോ. ഇപ്പം ഞാനൊരു തുടക്കക്കാരനല്ല, എനിക്ക് വണ്ടി അത്യാവശ്യം ഓട്ടിക്കാൻ അറിയാവുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബൈറ്റിംഗ് പോയിൻ്റ് അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ പതുക്കെ കറക്റ്റ് ആ ബൈറ്റിംഗ് പോയിൻറ്റിൽ കൊണ്ടുവന്ന് വണ്ടി മുമ്പോട്ട് ഇങ്ങനെ ചലിപ്പിച്ച് കൊണ്ടുപോകാൻ എന്നെ കൊണ്ട് പറ്റും. പക്ഷേ
നിങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ഒരു മെയ്വഴക്കം അല്ലെങ്കിൽ കാലിന് അങ്ങനെ ഒരു വഴക്കം ഇല്ലാത്ത സ്ഥിതിക്ക് എന്നാ ചെയ്യണമെന്നറിയോ, ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് ആക്സിലേറ്റർ ഒന്ന് കൊടുത്തു വെക്കുക. കൊടുത്തു വെച്ചിട്ട് പതുക്കെ ബൈറ്റിംഗ് പോയിന്റിൽ കൊണ്ടുവരിക. ബൈറ്റിംഗ് പോയിന്റിൽ കൊണ്ടുവന്ന് വണ്ടി അനങ്ങി തുടങ്ങുമ്പം ആക്സിലേറ്ററിൽ നിന്ന് ഒരു കാരണവശാലും കാലെടുത്ത് മാറ്റരുത്. ഓവറായിട്ട് ആക്സിലേറ്റർ കൊടുക്കുകയും ചെയ്യരുത്. ഒരു 500 RPM ഒക്കെ കയറി നിൽക്കുന്ന രീതി ചെറുതായിട്ട് ആക്സിലേറ്റർ കൊടുക്കുക. ക്ലച്ചിൽ നിന്ന് പയ്യെ കാലെടുക്കുക. ക്ലച്ചിൽ നിന്ന് കാലെടുക്കുമ്പം വണ്ടി അനങ്ങി തുടങ്ങും. അനങ്ങി തുടങ്ങുമ്പോഴത്തേക്ക് ആ ഒരു ആക്സിലേഷനിൽ തന്നെ പതുക്കെ ഇപ്പം ആ ഒരു ആക്സിലേഷനിൽ തന്നെ ഇപ്പം ഞാൻ ആക്സിലേറ്റർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. വണ്ടി ഫസ്റ്റ് ഗിയറിലാണ്. ക്ലച്ച് പയ്യെ ഇങ്ങനെ കാലെടുക്കുമ്പോൾ വണ്ടി മുമ്പോട്ട് അനങ്ങുന്നു. അനങ്ങി അത്യാവശ്യം അനങ്ങി തുടങ്ങുമ്പം കുറച്ചും കൂടെ ബൈറ്റിംഗ് പോയിന്റ് ഒരു അല്പം കൂടി മുകളിൽ കൊണ്ടുവന്നിട്ട് കാലെടുത്ത് മാറ്റുക. എന്നിട്ട് ആക്സിലേറ്ററിൽ ചെറുതായിട്ട് കാല് കൊടുത്ത് വെച്ചേക്കുക. നിങ്ങൾ അടുത്ത ഗിയർ ഇടാനോ ഒന്നിനും പോകേണ്ട തൽക്കാലം. ഇത്തരത്തിൽ ആദ്യം ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ക്ലച്ചിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയ രീതിയിലുള്ള വിഷയമൊക്കെ വരും. പക്ഷേ ക്ലച്ചിന് മാത്രമേ എരപ്പ് വരുള്ളൂ. ഇപ്പോൾ അഥവാ എന്തെങ്കിലും എക്സ്പെൻസ് വന്നാലും ക്ലച്ച് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും എക്സ്പെൻസ് മാത്രമേ വരുള്ളൂ. എൻജിൻ സൈഡോ അല്ലെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റ്, ഗിയർ ബോക്സ് സൈഡോ കംപ്ലൈൻറ്റുകൾ വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും ഇത്തരത്തിൽ വണ്ടി ചെറുതായിട്ടൊന്ന് ആക്സിലറേഷൻ ചെയ്ത് എടുക്കുന്ന സമയത്ത്. അഥവാ എന്തെങ്കിലും പ്രശ്നം പറ്റിയാലും ക്ലച്ച് സെറ്റിന് മാത്രമേ കംപ്ലൈൻറ്റ് വരുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ എടുത്ത് ശീലിച്ച് കഴിയുമ്പോഴത്തേക്ക്, അതായത് നമ്മൾ ഗിയർ ഇട്ട് വണ്ടി സ്മൂത്തായിട്ട് വണ്ടി എടുക്കാനൊക്കെ പഠിച്ച് കഴിയുമ്പോഴത്തേക്ക് അടുത്ത ചെയ്യാനുള്ളൊരു കാര്യമാണ് ബ്രേക്ക് ചവിട്ടാനായിട്ട്. അപ്പം ബ്രേക്ക് ചവിട്ടുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും അത് കൈകാര്യം ചെയ്യേണ്ടത്? പലരും ചെയ്യുന്ന കാര്യമെന്ന് വെച്ചാൽ, വണ്ടി ഇങ്ങനെ ഞാൻ ആക്സിലേറ്റർ കൊടുത്ത് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് കയറി ബ്രേക്ക് ചവിട്ടും, ക്ലച്ച് ചവിട്ടത്തില്ല. പെട്ടെന്ന് കയറി ബ്രേക്ക് ചവിട്ടുന്ന സാഹചര്യത്തിൽ വണ്ടി ടപ്പെന്നും പറഞ്ഞ് ഇടിച്ച് നിൽക്കും. അങ്ങനെ വരുന്നൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മളെ വണ്ടിയുടെ എൻജിൻ സൈഡിനെ ആണെങ്കിലും ഗിയർ ബോക്സ് സൈഡിനെ ആണെങ്കിലും കംപ്ലൈൻ്റ് ആക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പം ചെയ്യേണ്ടുള്ള, നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ക്ലച്ച് ഞാനിപ്പം പറയുന്ന കാര്യം ചിലവർ പറയും അങ്ങനെയല്ല, ബ്രേക്ക് ചവിട്ടിയതിന് ശേഷം വണ്ടി സ്ലോ ആയതിനു ശേഷം മാത്രം ക്ലച്ച് ചവിട്ടുക എന്നുള്ളതാണ്. ശരിയാണ്, അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങളത് കുറച്ച് ഓടി തെളിഞ്ഞതിന് ശേഷം മാത്രം അത്തരത്തിൽ പഠിച്ചാൽ മതി. ഇപ്പം നിങ്ങൾ വണ്ടി ജസ്റ്റ് ഗ്രൗണ്ടിലൊക്കെ ഇട്ട് ഓടുന്ന സമയത്ത് ആദ്യമേ ക്ലച്ച് ഫുള്ളും അങ്ങടങ്ങ് ചവിട്ടുക. ചവിട്ടിയിട്ട് ടപ്പെന്നും പറഞ്ഞ് ചവിട്ടരുത്. പതുക്കെ വണ്ടി ബ്രേക്ക് ചവിട്ടി നിർത്തുക. അപ്പോൾ ആദ്യമേ നമുക്ക് വണ്ടിയുടെ ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടി എടുക്കുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് നമ്മളെ ചെക്കനെ കൊണ്ട് തന്നെ ഓട്ടിച്ച് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഓട്ടിച്ച് പഠിക്കുന്ന സമയത്ത് ആദ്യമേ ഇതേ കണക്ക് ഗിയറിട്ട് ഒന്ന് എടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് ദൂരമൊക്കെ ഇത് കണക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് വീണ്ടും ഒന്ന് ബ്രേക്ക് ഔട്ടി നിർത്തുക. ബ്രേക്ക് ഔട്ടി നിർത്തുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഫസ്റ്റിൽ ക്ലച്ച് ചവിട്ടണം. ചവിട്ടിയുടെ ഫസ്റ്റിൽ ക്ലച്ച് ചവിട്ടിയതിന് ശേഷം പയ്യ ബ്രേക്കിലോട്ട് കാല് വെച്ച് വണ്ടി പതുക്കെ സാവധാനം ഇതേ കണക്ക് നിർത്തണം. ഇത്തരത്തിൽ വേണം വണ്ടി ഫസ്റ്റ് ഗിയറൊക്കെ ഇട്ട് എടുക്കാനും അത് കണക്കിനെ ബ്രേക്ക് ചവിട്ടി പഠിക്കാനായിട്ട്. ഈ രണ്ട് മെത്തേഡ് നിങ്ങൾക്ക് നല്ല രീതിയിൽ വഴക്കമായതിനു ശേഷം മാത്രമേ വണ്ടിയും കൊണ്ട് റോട്ടിലിറങ്ങാവുള്ളൂ. ചിലർ കണ്ടിട്ടില്ലേ, റോട്ടിലൊക്കെ വണ്ടിയും കൊണ്ട് ഇറങ്ങിയിട്ട് മൊത്തം ഡാർക്കായിരിക്കും, മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇടിച്ച് നിർത്തി പിറക്കെ വരുന്നവർക്കും വല്ല അത്യാവശ്യക്കാർക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കി ഓടിച്ച് പഠിക്കും. എന്തെങ്കിലും ചോദിച്ചാൽ എന്താ പറയുന്നത്, എൽബോർഡ് കണ്ടോടോ, അതല്ലാന്നുണ്ടെങ്കിൽ പറയും അത് നിങ്ങൾ വൈറ്റിൽ നിന്ന് പഠിച്ചുകൊണ്ട് വന്നതാണോ, വണ്ടി ഓടിച്ച് പഠിക്കും അങ്ങനെയാണെന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ഡ്രൈവിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫസ്റ്റ് ഗിയർ ഇട്ട് മുമ്പോട്ട് എടുക്കാനും മാന്യമായ രീതിയിൽ കുത്തി ചവിട്ടാതെ ബ്രേക്ക് ചവിട്ടി നിർത്താനും പഠിക്കുക. അപ്പം ബ്രേക്ക് ചവിട്ടി നിർത്തി പഠിക്കുന്ന സാഹചര്യം എന്ന് വെച്ചാൽ ഇപ്പം ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിങ്ങിൻ്റെ ഒരു രീതി വെച്ചിട്ട് എതിരാണ്. അതായത് ശരിയായൊരു കാര്യമല്ല. പക്ഷേ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇങ്ങനെ തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ ഈ വണ്ടി എപ്പോഴും ഇടിച്ചിരിക്കാനേ ചാൻസ് ഉള്ളൂ. ഇപ്പോൾ ചെയ്യേണ്ട കാര്യം എന്തോ, ക്ലച്ച് ചവിട്ടി വണ്ടി സ്ലോ ആവുന്ന നേരത്ത് അല്ലെങ്കിൽ ക്ലച്ച് ചവിട്ടി കഴിഞ്ഞിട്ട് ബ്രേക്ക് ചവിട്ടുക. സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ വേഗത്തിൽ ഓടി വരുന്ന വണ്ടി ബ്രേക്ക് ചവിട്ടി സ്ലോ ആയതിന് ശേഷം ക്ലച്ച് ചവിട്ടി വേണം ബ്രേക്ക് അമർത്തി വണ്ടി നിർത്താനായിട്ട്. നിങ്ങൾ ഇത്തരത്തിൽ ഡ്രൈവിംഗ് പഠിക്കുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള വണ്ടി പോയ മാർക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഗ്രൗണ്ടിലുണ്ടായിരിക്കും. അപ്പം ആ മാർക്കുകളിലൂടെയൊക്കെ അല്ലെങ്കിൽ അത്തരത്തിൽ ഇപ്പം നമ്മൾ ഈ ഒരു ഗ്രൗണ്ടിൽ ഫുള്ളും വെള്ളയായിട്ട് കിടക്കുന്ന ഭാഗങ്ങളുണ്ട്, അതായത് തറ തെളിഞ്ഞിറങ്ങുന്ന ഭാഗങ്ങളുണ്ട്. ആ ഭാഗത്തൂടെ മാത്രമാണ് നമ്മൾ ഉണ്ണിക്കണ്ണ ഇപ്പോൾ വണ്ടി ഓട്ടിക്കുന്നത്. ഉണ്ണിക്കണ്ണ അത്യാവശ്യം 2 ദിവസം കൊണ്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് സെറ്റായി വരുന്നുണ്ട്. കുറച്ച് അത്യാവശ്യം നുള്ളും കാര്യങ്ങളൊക്കെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പിച്ച് നുള്ളത് കൊണ്ട് ദേഹം നന്നാലും ചില കാര്യങ്ങൾ പഠിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൽ ഇത്തരത്തിൽ വെള്ളത്തിൽ കൂടെയൊക്കെ കയറ്റി കൃത്യമായിട്ട് വണ്ടി ആ ഒരു ലൈനിൽ കൂടെ തന്നെ സ്ഥിരമായിട്ട് വെള്ളത്തിൽ കയറിയാലും കുഴപ്പമില്ലടാ. അപ്പം ഇത്തിരി അത്യാവശ്യം
ഇത്തരത്തിൽ മാർക്കിലൂടെയൊക്കെ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഭാഗത്തൂടെയൊക്കെ കൃത്യമായിട്ട് വണ്ടി ഒന്ന് ഓട്ടിച്ചൊക്കെ പഠിച്ച് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് സ്റ്റിയറിങ് ഒന്ന് കൈകാര്യം ചെയ്യാനായിട്ടുള്ളൊരു സ്കില്ല് ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ ഗ്രൗണ്ടിൽ ഓട്ടിച്ച് പഠിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള മാർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ചെറിയ ചെറിയ കല്ലുകൾ പറക്കി വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ വണ്ടി ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് പഠിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ സ്റ്റിയറിംഗ് ബാലൻസ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വലിയ എഫേർട്ടൊന്നും ഇല്ലാതെ സ്റ്റിയറിംഗ് ബാലൻസ് നിങ്ങൾക്ക് കിട്ടും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഈ 3 കാര്യം നിർബന്ധമായിട്ടും ആദ്യമേ സ്വായത്തമാക്കിയിരിക്കണം. അതായത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു സ്റ്റിയറിംഗ് ബാലൻസ്, അതുപോലെ തന്നെ വണ്ടി ഫസ്റ്റ് ഗിയർ ഇട്ടെടുക്കാനും, അതുപോലെ തന്നെ വണ്ടി നിർത്താൻ നേരത്ത് ഇടിച്ച് നിൽക്കാതെ വണ്ടി നിർത്താനുള്ള ഒരു ടെൻഡൻസി നിങ്ങൾ സ്വായത്തമാക്കണം. അതിനുശേഷം മാത്രമേ റോഡിലേക്ക് ഇറക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതുപോലെ നൈസിന് നമുക്ക് വണ്ടി ഓട്ടിച്ച് പഠിക്കാം. നിങ്ങൾ സ്വന്തമായിട്ട് ഓടിച്ച് പഠിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ വീട്ടുകാരെങ്കിലും ഓടിച്ച് പഠിപ്പിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഈ 3 കാര്യങ്ങൾ സെറ്റായതിനു ശേഷം മാത്രം ദയവ് ചെയ്ത് റോഡിലേക്ക് ഇറങ്ങുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.